അപ്പൊ നമുക്ക് ആദ്യം കത്ത് നോക്കാം. മേ ഉസ്കി വർഷകാണ്ട് മനാ രഹി ഹൂ. വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി പറയൂ. ഭഗവാൻ. അച്ഛാ ഇരിക്കൂ. അപ്പോ വർഷകാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ? ജന്മദിൻ. ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരമാണ്. ഇപ്പൊ പറയണോ? വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ. കാര്യല്ല, ഓട്ടോ വയ്ക്കണ കാര്യമാണ് പറയാൻ പറഞ്ഞ. യവൻ പറയോടി? ആ പറയുവായിരിക്കും. ഏട്ടാ എന്താ നീനല്ലേ പോണേ? ദാണ്ടെ ഇന്ന് ഇന്റർവെൽ ഗ്രൗണ്ടിൽ അടി. ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു തരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം എന്നിട്ട് താണും തണലുമായ എന്നോട് സ്വന്തം ഡസ്റ്റാണ് നീട്ട് അടിച്ചോണ്ട് പോയത്. തണല്ലേ ഏട്ടോ? അടിച്ചു കൊല്ലാമാരെ. നമ്മുടെ ഡെസ്ക് തൊടാൻ മുതിർന്ന കൈകൾ നമ്മളങ്ങ് എടുക്കുക. എന്നാ വാടാ വന്നേട്. സ്റ്റാഫ് റൂമിൽ കൊണ്ടോ. നിനക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. ഇവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാ സാറേ. തല്ലുപിടുത്തോ, സ്കൂൾ അറച്ച് ത്രികോണം വരപ്പോ. പിള്ളേരല്ലേ നാലോചിക്കുമ്പോ തല നിരങ്ങും. യുവമാര് വീണ്ടും തുടങ്ങിയല്ലേ? എന്ത് ചെയ്യാൻ സാറേ? ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അവരെല്ലാം കൂടെ വന്നിട്ട് 3-നെ 3 മൂലയ്ക്ക് ഇരുത്തിക്കോളാൻ പറഞ്ഞിട്ട് പോകും. എന്നാ അങ്ങനെ ചെയ്യാ. ഇനി 3-നെ 3 മൂലയ്ക്കല്ല, 3 ക്ലാസ്സിലിരുത്ത്. വെച്ച് വൈകിക്കണ്ട, ഇപ്പോഴേ മാറ്റിക്കോ 3-നെ. ഞാൻ ഭയങ്കര കിള്ളുമായിരുന്നല്ലേ കളിയാക്കണാണില്ലേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വെള്ളം കഴിഞ്ഞ എല്ലാത്തിന്റെ കറിയുടെ അവിടെ വെൽക്കം. എന്ത്? എവിടെ ഇരുന്നോട്ടാ? അതൊന്നും പറ്റൂല. ഇവിടെ 4 പേരുണ്ട്. ഇവനെന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയേ? ഓ എടാ, ഒരു ഓട്ട് കിട്ടിയല്ലേടാ. നാളെ രാവിലെ നേരത്തെ വരണം. എന്തിന്?
ശ്രീകുട്ടാ ദിവസമില്ല ഇലക്ഷന്. ഡേയ് എങ്ങനെയെങ്കിലും ഓട്ടോ ഓടിച്ചില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. എന്റെ കയ്യില് വേറെ ഐഡിയ ഉണ്ട്, എടുക്കട്ടെ? എടാ കുറച്ച് മിണ്ടായിരുന്നോ? എന്നെ വല്ലതും കിട്ടുന്നേക്ക്. ഓ പൂർത്തിയായ അവന്റെ ഒടുക്കത്തെ ഒരു ഡെസ്ക് മാറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങൾ വോട്ട് പിടിക്കാനാണോ ഇതൊക്കെ ചെയ്യണത്? ആണെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇവന്മാരെന്തിരിയെ ഇതൊക്കെ തന്നെ. ആ പിന്നെ നിന്റെയൊക്കെ ഡെസ്ക് മോട്ടിച്ച് നിന്നെയൊക്കെ ക്ലാസ് മാറ്റിച്ച്. ബെസ്റ്റ്. ഇലക്ഷൻ ജയിക്കാനാണെങ്കിൽ എൻ്റെ ഒരു വഴിയുണ്ട്. എന്തോന്ന്? പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. ആ നീ ഇവിടെ നീക്കി ആ ഒരു ക്യൂ സെക്കൻഡ് ലീഡർ ആവാൻ. എന്റെ പൊന്നു പൂർത്തി രാജയം ഒന്നും ഉണ്ടായി. നീ പറ. ഇനി നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ദൈവത്തിനായിരിക്കും. അതെ, പാവങ്ങൾക്ക് അയാൾ ദേവൻ, ഗുണ്ടകൾക്ക് അയാൾ അസുരൻ. ഞങ്ങൾ ഭസ്മം ടീമിനെയാണ്. ബായ്ജാൻ. ഈ ഡയലോഗ് ബായ്ജാനാ? അതാരടേ? ബിനീഷ്, ഇല്ലുമിനാറ്റി ബിനീഷ്, ഞങ്ങളുടെ ബായ്ജാൻ. ആരായി ബിനീഷ്? ഇല്ലുമിനാറ്റി കേട്ടിട്ടുണ്ടോ? ഓ ഒരെണ്ണം എൻ്റെ വീട്ടിലുണ്ട്. ആ അത് തന്നെ. ഇല്ലുമിനാറ്റിയുടെ ഈ ഏരിയയിലെ കാര്യങ്ങളൊക്കെ നോക്കണം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബിനീഷ് അണ്ണൻ. സെക്രട്ടറിയാ? ഓ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളെല്ലാം ഇല്ലുമിനാറ്റി ചേർക്കുമെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഓ കേട്ടിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ സംസാരിച്ച് കൊള്ളാക്കില്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വലിയ പാടാവും. ഓ കളിയും തോരി ടീമും തുളച്ച് വന്നു നിൽക്കണത് ഇപ്പൊ കണ്ടില്ലേ? ഇനി ഹെഡ് ഓഫീസിൽ വിളിക്കുമ്പോഴേ ഞാനെന്തോ പറയും? ഹെഡ് ഓഫീസാ? ആ ഇല്ലുമിനാറ്റി ഹെഡ് ഓഫീസ്. ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്നേക്ക് ഭയങ്കര മതിപ്പായിരുന്നു. എന്ത് പറയാൻ, എല്ലാം കൂടെ കളഞ്ഞില്ലേ? ബൈജാൻ. ആര്? ബൈജാൻ ഇവരെന്റെ കൂട്ടുകാരാ. ഇവർക്ക് ബൈജാൻ്റെ ഒരു സഹായം വേണം. ഡേയ്, നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോണില്ല. പിന്നെയാണ് നിന്റെ കൂട്ടുകാരന്മാരെ ഓക്കെ വിളിക്കുന്നു. അവനെ പോണതിന് മുമ്പ് ഈ ആഴ്ചത്തെ വരിക്കാശ് തന്നിട്ടില്ല. അത് വെച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ ഒന്ന് കാര്യം പറ. അതായത് പേടിയുള്ളത്തെ മറ്റേ മോ പേരെന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ. ഓ നൈസ് നെയിം. പറ ശ്രീകുട്ട, എന്താ പ്രശ്നം? അണ്ണാ പ്രശ്നം എന്തെന്ന് വെച്ചാ, ഒറ്റ മിനിറ്റ്. നിന്റെ കോഴിയുടെ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മീറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് നിനക്കാണ് ഏറ്റവും കൂടുതൽ കോഴികളെ സെറ്റാക്കി. അണ്ണപ്പത് പറയാൻ തുടങ്ങിയിട്ട് കുറേയല്ല. ഇത് വല്ലതും നടക്കോ? എന്റെ ഫോണും തരാൻ പറ്റുമോ? ആദ്യ തവണ തരാൻ പറ്റാത്തതിന്റെ വിഷം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഇപ്പോഴും ഞാൻ സെറ്റാക്കി തന്നെയാണ്. ഹലോ ഹലോ, പിന്നിക്കൂടെ ചേട്ടനല്ലേ? ആണെങ്കിൽ അതെ ചേട്ടാ, നിങ്ങളുടെ മോനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാൽ മഞ്ഞ സ്കൂട്ടറുകാരനല്ലേ? പുളിമാത്ത് വഴി നേരെ വെച്ച് ഓടിച്ചിട്ടുണ്ട്. മേശയാകുമ്പോ സാധനം വെച്ചാ തട്ടി പൊട്ടി എന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് അത് ഉണ്ടാക്കിയവന്റെ കടയിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അപ്പൊ അതാണ് പ്രശ്നം. അതിന് പ്രശ്നം പറഞ്ഞില്ലല്ലേ? ഇല്ല എന്നാ പറ. അപ്പൊ അതാണ് കാര്യം. ഇതൊരു കടുത്ത മത്സരമാണ്. ജയിക്കാൻ ആപ്പ് വെപ്പ് ടെക്നിക്കുകളൊന്നും പോരാ. പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത്. ആ അണ്ണന്റെ ഇല്ലെന്ന് വാ പോവാടെ. കേട്ടിടത്തോളം പിള്ളേർക്ക് നിന്നെ ഒന്നും ഒരു വിലയില്ല. അത് സത്യം. ആദ്യം പിള്ളേരുടെ മനസ്സിന്റെ വാതിൽ പോയെന്ന് മുട്ടണം. നീ പുറത്ത് നിപ്പുണ്ട്, ഒന്ന് വാതിൽ തുറക്കണം എന്നവർക്ക് തോന്നണം. അണ്ണാ വല്ല മനസ്സിലാവണമെന്ന് പറഞ്ഞ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പറയാം. നിന്റെ പിറന്നാളെന്നേ? ജനുവരിയിലായിരുന്നു. അണ്ണന്റെ എന്റെ അടുത്ത മാസം 2-ാം തീയതി. 2-ാം തീയതിയാ? അപ്പൊ അണ്ണൻ എത്ര വയസ്സ്? 30. എന്നാ നിങ്ങളൊരു കേക്ക് കൂടെ മുറി. നിങ്ങൾ കാര്യം പറയണ്ണ. നിന്റെ പേരെന്തെന്ന് പറഞ്ഞു? പൃഥ്വിരാജ്. ആഹാ, നീ നമ്മുടെ ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങളില് ആരുടെ പിറന്നാളാണ് അടുത്തത്? എന്റെ.
ആ അപ്പൊ നാളെ നിന്റെ ബർത്ത്ഡേ